മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണ പ്രതിയായ മാസപ്പടി കേസിനെ പൊതുജന മധ്യത്തിൽ ചർച്ചയാക്കിയത് മലയാളത്തിലെ മാധ്യമങ്ങൾ തന്നെയാണ്. കേസ് അന്വേഷിച്ച കേന്ദ്ര ഏജൻസികളോ രാഷ്ട്രീയ എതിരാളികളായ BJPയോ പോലും കാണിക്കാത്ത വീറോടെ എല്ലാം പുറത്തെടുക്കാൻ ഉത്സാഹിച്ചത് മലയാള മനോരമ പത്രവും ഏഷ്യാനെറ്റും അടക്കമുള്ള സ്ഥാപനങ്ങളാണ്. പലതും മൂടിവെക്കാൻ കേന്ദ്ര സർക്കാരും BJPയും CPMനായി ഒത്തുകളിക്കുന്നുവെന്നും പലപ്പോഴും മാധ്യമങ്ങൾ ആക്ഷേപം വരെ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയെല്ലാം വിഷയം സജീവമാക്കി നിർത്തിയ മാധ്യമങ്ങൾക്ക് പക്ഷേ കേസിലെ പരാതിക്കാരനായ BJP നേതാവ് ഷോൺ ജോർജ് ഇക്കഴിഞ്ഞ ശനിയാഴ്ച നടത്തിയ വാർത്താ സമ്മേളനം വേണ്ട വിധം കൈകാര്യം ചെയ്യാൻ കഴിയാതെ പോവുകയായിരുന്നു. SFIO റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വീണയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടണമെന്ന് ഷോൺ പറഞ്ഞു തുടങ്ങിയതോടെ ലൈവ് കൊടുക്കാൻ തുടങ്ങിയ ചാനലുകൾ പക്ഷേ ഏതാനും മിനിറ്റുകൾ കൊണ്ട് അത് മതിയാക്കി അതിവേഗം മറ്റ് വാർത്തകളിലേക്ക് പോവുകയായിരുന്നു. CMRL കമ്പനിക്ക് പുറമെ വീണയുടെ എക്സാലോജിക്കിന് പണം നൽകിയ മറ്റ് 12 കമ്പനികളുടെ കൂടി പേരുകൾ ഷോൺ ജോർജ് വാർത്താ സമ്മേളനത്തിൽ പറയാനൊരുങ്ങിയതായാണ് ചാനലുകൾ അപ്രതീക്ഷിത പ്രതിസന്ധിയിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കമ്പനികളിൽ പലരും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പതിവായി പരസ്യം നൽകുന്നവരിൽ പ്രമുഖർ തന്നെയാണ്. വീണയുടെ കേസുമായി ബന്ധപ്പെടുത്തി പോലും ഈ കമ്പനികളുടെ പേരുകൾ വാർത്തയിൽ പരാമർശിക്കാൻ ഇവർക്കെല്ലാം വിലക്കുണ്ട്. എക്സോലോജിക്കിന് പണം നൽകിയിട്ടുള്ള മറ്റ് സ്ഥാപനങ്ങൾ ഇവയാണ്: സാന്റാ മോണിക്ക 62,50,000 രൂപ, ഇസ്ലാം ഓർഫനേജ് ട്രസ്റ്റ് 16,90,000 രൂപ, ശ്രീകൃഷ്ണ ഹൈടെക് ആൻഡ് മാനേജ്മെൻറ്റ് സൊല്യൂഷൻസ് ലിമിറ്റഡ് 24 ലക്ഷം രൂപ, KMCT കോളേജ് 10,80,000 രൂപ, കടമ്പൂർ ഇംഗ്ലീഷ് സ്കൂള്, ഐഡിയൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി, നിംസ് മെഡിസിറ്റി, സരസ്വതി വിദ്യാലയ, ഇസ്ലാം ഇക്ര ഇംഗ്ലീഷ് സ്കൂള്, ഇസ്ലാം ന്യൂ ഹോപ്പ് സ്കൂള്, CSI ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ചെറിയ തുക നൽകിയിട്ടുള്ള സ്കൂളുകൾക്ക് എക്സാലോജിക്കിൻ്റെ എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയർ നൽകിയിട്ടുണ്ട് എന്നുള്ള സൂചന SFIO റിപ്പോർട്ടിലുണ്ട്. വീണയുടെ കമ്പനിയായ എക്സോലോജിക്കിന് CMRL കമ്പനിയിൽ നിന്ന് മാസം തോറും നിശ്ചിത തുക നൽകുന്നു എന്ന വിവരം പുറത്തുവിട്ട മലയാള മനോരമയാണ് മാസപ്പടി എന്ന് ഈ കേസിനെ ആദ്യമേ വിളിച്ചിട്ടുണ്ടായിരുന്നത്. CMRL നടത്തിയ ക്രമക്കേടുകൾ തീർപ്പാക്കിയ ആദായ നികുതി ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ടായിരുന്നു ആ വാർത്തകൾക്ക് അടിസ്ഥാനം. ഏറ്റവും ഒടുവിൽ SFIO കോടതിയിൽ നൽകിയ കുറ്റപത്രം അടക്കം രേഖകൾ പുറത്തുവിട്ടത് ഏഷ്യാനെറ്റ് ന്യൂസ് ആയിരുന്നു. ഈ വിഷയത്തിൽ ഷോൺ ജോർജ് നേരത്തെ നടത്തിയ പ്രസ് മീറ്റ് എല്ലാം ഉടനീളം ലൈവ് കൊടുത്തിട്ടുള്ള ഒരു ചാനലും ശനിയാഴ്ചത്തെ വാർത്താ സമ്മേളനം അതുപോലെ കവർ ചെയ്തിട്ടില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തീപിടുത്തത്തിൽ ആരോഗ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയ അതേ സമയത്ത് തന്നെയായിരുന്നു ഷോണും നടത്തിയിട്ടുണ്ടായിരുന്നത്. മന്ത്രിയുടെ ലൈവ് കട്ട് ചെയ്ത് പലരും ഇതിലേക്ക് വന്നെങ്കിലും വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഉടൻ പിൻവലിയുകയായിരുന്നു. പത്രങ്ങളും സമാന പ്രതിസന്ധിയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. സമയത്ത് ലൈവ് കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പ്രധാന പ്രസ് മീറ്റ് എല്ലാം പിന്നീട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന പതിവുണ്ടെങ്കിലും അതും ഷോണിൻ്റെ കാര്യത്തിൽ പല ചാനലുകളും ചെയ്തിട്ടുമില്ല. 3-4 മിനിറ്റുള്ള ക്ലിപ്പുകൾ അപ്ലോഡ് ചെയ്ത് ചുരുക്കം ചിലർ പോലും അതിൽ വീണയുടെ സഹകാരികളായ കമ്പനികളുടെ പേരുള്ള ഭാഗം കൃത്യമായി ഒഴിവാക്കാൻ ശ്രദ്ധിച്ചിട്ടുമുണ്ട്. വീണയുടെയും എക്സാലോജിക്കിൻ്റെയും സഹകാരികൾ എല്ലാവരുടെയും സഹകാരികളാണ് എന്നുള്ളത് ചുരുക്കം. CMRL കഴിഞ്ഞാൽ എക്സാലോജിക്കിന് ഏറ്റവും അധികം തുക നൽകിയിട്ടുള്ള സാന്റാ മോണിക്കയുടെ ഡയറക്ടറായ ഡോക്ടർ റിനി സെബാസ്റ്റ്യനെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റിലേക്ക് 2024 ജനുവരിയിൽ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിദ്യാർത്ഥികളെ വിദേശ പഠനത്തിനായി റിക്രൂട്ട് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ പ്രതിനിധിക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പദവി അനുവദിക്കുന്നതിന് എതിരെ പരാതി ഉണ്ടായി എങ്കിലും അന്നും മുൻനിര മാധ്യമങ്ങളൊന്നും അറിഞ്ഞതായി പോലും ഭാവിച്ചിട്ടില്ലായിരുന്നു.